ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ ഇതുപോലെ ഈ ഒഴിവ് സമയത്തൊക്കെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ് ഒഴിവ് സമയത്ത് പിള്ളേർക്ക് സ്കൂളിൽ പോയിട്ട് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന, ആരുടെയും കീഴിലല്ല, നമ്മൾ തന്നെ മുതലാളി നമ്മൾ തന്നെ തൊഴിലാളി, ആ ഒരു രീതിയിൽ നമുക്ക് ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിതൊരു സക്സസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്കൊരു 3 ലക്ഷം രൂപയോളം ഇന്ന് നേരം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയൊരു പൈസ എന്നല്ല, വീട്ടമ്മമാർക്ക് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പിള്ളേരും കെട്ടിയ കാര്യങ്ങൾ നോക്കി വീട്ടിലത്തെ പണികളെടുത്ത് വീട്ടിലിരിക്കുന്ന ആൾക്ക് ഒരു 3 ലക്ഷം രൂപ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കും പറഞ്ഞു തരാണ് ഞാൻ വന്നിട്ടുള്ളത്. വേറൊന്നല്ല, നമ്മുടെ യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് 2 തരത്തിലാണ് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുക. മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പ് ഞാൻ മോണിറ്റൈസേഷൻ ആവുന്നതിന് മുമ്പേ തൊട്ട് വരുമാനം ഉണ്ടാക്കി തുടങ്ങിയിട്ട് നമുക്ക് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഡോളർ വഴി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് മെയിനായിട്ടുള്ള വരുമാനം. അപ്പോൾ നമുക്ക് ചെറിയ പൈസ തന്നെ ഒരു 9,000 രൂപയെങ്കിലും കുറഞ്ഞത് നമ്മുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നമുക്ക് 9,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ, 1 ലക്ഷം രൂപ വരെ എല്ലാ മാസവും വരുമാനം ഉണ്ടാക്കും. 1 ലക്ഷം അതിന് കൂടുതൽ എല്ലാ മാസവും വരുമാനം ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണക്കാർ, എൻ്റെയൊക്കെ അവസ്ഥയാണ് പറയുന്നത്, ഒരു 9,000 രൂപ 12,000 രൂപയ്ക്ക് നമുക്ക് എല്ലാ മാസവും യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് കിട്ടും പോകുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാ മാസവും ചെയ്യണമെങ്കിൽ അത്രയും കിട്ടും. ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ 2 മാസം 3 മാസം കൂടുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ചെറിയ എമൗണ്ട് എന്നല്ല, ഒരു 9,000 രൂപയിലും കുറഞ്ഞതുണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊക്കെ അത്രയും പൈസ കിട്ടുമെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ലേഡീസ് അങ്ങനെയുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജോലിക്ക് പഠിപ്പും വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെയല്ല, എല്ലാവരും ഇപ്പോൾ ഡിഗ്രി കഴിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ നമ്മളെ ഈ ജനറേഷനിൽ. അപ്പോൾ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞവർ തന്നെയാണ്. പക്ഷേ ഓരോ കുട്ടികളുടെ വീട്ടിലത്തെ പ്രശ്നങ്ങളും കുട്ടികളെ നോക്കാൻ ആരില്ല, ആ ഒരു ഇതിൽ അവർക്ക് വർക്കൊന്നും പോകാൻ പറ്റാത്ത ആളുകളാണ്. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കാൻ പോണത്, നിങ്ങൾക്കറിയാം, ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ച് യൂട്യൂബിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് പേര് 10 പേര് ക്ലാസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ആ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് അത് ഫീസ് ഉള്ള ക്ലാസ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, 500 രൂപയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീസ്. അത് 1 മാസം കൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ 1 വർഷം നമ്മൾ ഒരുമിച്ചുണ്ടാവും. നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവണ വരെ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ 500 രൂപയല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞില്ല. ചിലർക്ക് 500 രൂപ വലിയ പൈസ ആയിരിക്കും, ചിലർക്ക് 500 രൂപ നിസ്സാരമായിരിക്കും. പക്ഷേ ഇപ്പോൾ നിസ്സാരമാണെങ്കിലും വലിയ പൈസ ആയാലും നിങ്ങൾ വെറുതെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വരരുത്. ഇപ്പം മെയിനായിട്ട് നമ്മൾ ക്ലാസ് എന്നല്ല, നമ്മൾ യൂട്യൂബിൽ പഠിക്കുക എന്നല്ല പ്രധാനം, നമ്മൾ വീഡിയോ ഇടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇടാൻ ഓക്കെയാണ്, നിങ്ങളുടെ ചാനലിന് വേണ്ടി വർക്ക് ചെയ്യാൻ ഓക്കെയാണ്, വീഡിയോ ഇടാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഭാഗത്തുള്ള സപ്പോർട്ട് കൂടി ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇടാൻ റെഡിയാണ്, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ റെഡിയാണ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ ഒരു 30 ദിവസം മാത്രം മതി. 30 ദിവസം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാം. 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ചാനൽ എന്തായാലും സക്സസ് ആയിരിക്കും. ഒരു ചാനൽ സക്സസ് ആവാന്ന് പറയുമ്പോൾ പലർക്കും അതറിയില്ല, എന്താണ് ഒരു ചാനൽ സക്സസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറേ വ്യൂസ് കിട്ടുക എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് അതിനെ റെക്കമെൻഡേഷനിലേക്ക് കൊണ്ടുപോയി കുറേ ആളുകളിലേക്ക് എത്തിക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒന്ന് ഇട്ടു, അതിപ്പോൾ നമുക്കറിയാൻ പറ്റും ആ വീഡിയോ യൂട്യൂബ് എത്ര ആളുകളിലേക്ക് എത്തിച്ചു. യൂട്യൂബ് ചിലപ്പോൾ ഒരു 10, 15, 20 അല്ലെങ്കിൽ 100 ആളുകളിലേക്ക് എത്തിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂസ് കിട്ടുള്ളൂ. ചിലപ്പോൾ 2 ആൾ 3 ആൾ 4 ആൾ നമുക്ക് കാണുള്ളൂ. പക്ഷേ യൂട്യൂബ് ആ ഒരു വീഡിയോനെ ഒരു 2000 പേരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സക്സസ് ആയെന്നാണ് എൻ്റെ അർത്ഥം. 2000 പേരിലേക്ക് എത്തിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു 2-3 വ്യൂസ് അല്ലെങ്കിൽ 5 വ്യൂസ് കിട്ടിയിട്ടുള്ളൂന്നുണ്ടെങ്കിൽ നമ്മളതിന് മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ചാനൽ സക്സസ് ആയി. പക്ഷേ നമുക്ക് വ്യൂസ് കുറഞ്ഞെന്തുകൊണ്ടാണ്? നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്. നമ്മൾ ആ ചാനലിൽ നല്ല തംബ്നെയിൽ കൊടുത്തില്ല, ടാഗ് കൊടുത്തില്ല, നല്ല ക്വാളിറ്റിയിൽ വീഡിയോ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മുടെ മിസ്റ്റേക്ക് നമുക്ക് തിരുത്താൻ പറ്റും. അതിപ്പോൾ നാളെ നമ്മൾ ആ മിസ്റ്റേക്ക് തിരുത്തിയിട്ട് കഴിഞ്ഞാൽ ഈ 5 വ്യൂസ് എന്നുള്ളത് ചിലപ്പോൾ 50 വ്യൂസോ 60 വ്യൂസോ. നമ്മൾ നോക്കേണ്ട കാര്യം നമ്മുടെ ചാനൽ സക്സസ് ആയോ, ചാനലിനെ നമ്മളിട്ട വീഡിയോ മാക്സിമം ആളുകളിലേക്ക് യൂട്യൂബ് കൊണ്ടുപോകണുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടണം. പിന്നെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് അതിന് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂസ്
ആയിട്ട് വീഡിയോ ഇടുക തന്നെ വേണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് ചാനൽ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയിൽ വീഡിയോ ചെയ്യുക. എന്നുവെച്ചാൽ നല്ല ഭംഗി വരുത്തുന്ന വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് നല്ല ക്യാമറയിൽ അങ്ങനെയൊന്നുമല്ല, നമ്മൾ അതിൽ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, നല്ല കണ്ടന്റ് കൊടുക്കുക, നല്ല അതേപോലെ നല്ല തംബ്നെയിൽ കൊടുക്കുക, നല്ല ടാഗ് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നല്ല കണ്ടന്റിൽ വീഡിയോസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് തരുന്നത്. അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാൻ ഓക്കെയാണ്, നിങ്ങൾ നിങ്ങളുടെ ചാനലിന് വേണ്ടി പ്രവർത്തിക്കാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഓക്കെയാണ്. ഫീസ് 500 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്നെ പലർക്കും പരിചയം ഉണ്ടായിരിക്കും, കുറേ നാളെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചാനലിൽ വീഡിയോ ഇടുന്നത് തന്നെയാണ്. പലർക്കും പല ആവശ്യങ്ങൾക്ക് നിങ്ങളെന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ജോബിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം. ഈ 500 രൂപ ഫീസും വാങ്ങിയിട്ട് ഞാൻ എന്തായാലും ആ ഫീസ് ഞാനൊരു ചലഞ്ചായിട്ട് തന്നെ എടുക്കുന്നത്. ഈ ഫീസ് ഞാൻ എന്തായാലും ചിലവാക്കാൻ ഉദ്ദേശമില്ല. നിങ്ങൾക്കറിയാം ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്കൊരു സൈഡ് വരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഈ 500 രൂപ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ തരുന്ന ഈ ഒരു ഫീസ് ഞാൻ 30 ദിവസം വരെ ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചാനലിൻ്റെ സ്ക്രീൻഷോട്ട്, സ്റ്റാർട്ടിങ് ആദ്യത്തെ ദിവസത്തെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരാം. എത്ര സബ്സ്ക്രൈബർ ഉണ്ട്, എത്ര വ്യൂസ് ഉണ്ട്, ചാനലിൻ്റെ റീച്ച്, അങ്ങനെ എനിക്ക് അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക നമ്മുടെ ഈ ക്ലാസ് തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടു, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് നിങ്ങൾ സക്സസ് ആയില്ല, നിങ്ങളുടെ ചാനൽ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 500 രൂപ തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ക്ലാസ് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അതായിരിക്കും കൂടുതലും നല്ലത്. കാരണം നിങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.